ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കേവലം ഒരു കലാരൂപം മാത്രമാണ്. ഇതിലെ പേരുകൾക്കോ കഥാപാത്രങ്ങളുടെ മുഖങ്ങൾക്കോ നിങ്ങളുടെ അടുത്തുള്ളവരുമായി എന്തെങ്കിലും സാമ്യം തോന്നുന്നുവെങ്കിൽ തികച്ചും യാദൃച്ഛികം മാത്രം. കാരണം ഈ കഥ നടക്കുന്നത് അങ്ങ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ പറവൂരിലാണ്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുത്തൻപുരയ്ക്കൽ തറവാട്ടിൽ അബൂബക്കറിൻ്റെയും റുക്കിയയുടെയും 3 മക്കളിൽ രണ്ടാമനായിട്ടാണ് പുണ്യദിനമായ ഏപ്രിൽ 1 ഇസ്മായിലിൻ്റെ ജനനം. എല്ലാ ബാപ്പമാരെയും പോലെ ഇവനെ പഠിപ്പിച്ച് വലുതാക്കി കുടുംബം കരകയറ്റണമെന്നായിരുന്നു ആഗ്രഹം. കോളേജ് വിദ്യാഭ്യാസം എത്തിയപ്പോൾ അവർക്കത് മനസ്സിലായി. മകന്റെ ആഗ്രഹം എന്തിലാണെന്ന്. ഒടിപിടിച്ച കൈകളാൽ കനലെരിഞ്ഞ നെഞ്ചിനാൽ, ഒടിപിടിച്ച കൈകളാൽ കനലെരിഞ്ഞ നെഞ്ചിനാൽ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായി. ഇസ്മായിലേ, ഇപ്രാവശ്യം നമുക്കല്ലേ? കഴിഞ്ഞത് രണ്ടും അവന്മാര് തൂക്കിയില്ലേ, ഇത് നമ്മൾ തൂക്കും. സമയം എത്രയായി? അയ്യോ, 9 മണിയായി. തൂവാനത്തുമ്പികൾ കളിക്കുന്നുണ്ട്. വാ, കണ്ടിട്ട് വരാം. എടാ ഇസ്മായിലേ, നാളെ ഇലക്ഷൻ അല്ലേ? ഇന്നെങ്കിലും നിനക്ക് ഈ സിനിമാ പ്രാന്ത് ഒന്ന് വിട്ടൂടെ? നിങ്ങളില്ലെങ്കിൽ വേണ്ട, ഞാൻ പോണു. നാളെ കോളേജിൽ കാണാം. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരെ ആദ്യമുണർത്തി. ഇസ്മായിലേ, എൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. കോളേജ് കഴിഞ്ഞില്ലേ? നാളെ മുതൽ എൻ്റെ കൂടെ കായക്കച്ചവടത്തിനായി നീ ഇറങ്ങിക്കോണം. തലവരയില്ലാത്തോനാ പണ്ടേ ഞാനൊരു വാഴ, ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ. തലവരയില്ലാത്തോനാ പണ്ടേ ഞാനൊരു വാഴ, ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? തലവരയില്ലാത്തോനാ പണ്ടേ ഞാനൊരു വാഴ, ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ. ഇസ്മായിലേ, നിന്റെ ഈ സിനിമാ പ്രാന്ത് മാറി നീ നന്നാവണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒറ്റ മാർഗമുള്ളൂ. ഇവിടുന്ന് മാറി നിൽക്കുക. നീയേ ഗൾഫിലേക്ക് പൊക്കോ. പോണതിന് മുമ്പ് എൻ്റെ നിക്കാഹം കൂടി നടത്തണം. 5 പെൺകുട്ടികളുണ്ട്. അനക്ക് ഇഷ്ടപ്പെടുന്നോളെ നാളെ രാവിലെ കണ്ടെത്തി തരിക. ആമിന, ജമീല, ഷാനി, ഖദീജ, ഫാത്തിമ. പച്ചക്കിളിപ്പവിഴ പാൽ വർണ്ണമൊത്ത പല കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപ്പാണു ശംഭോ. അതിലൊന്നിലടിയന്റെ വധുവുണ്ടതേത്, ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനെ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ
കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ. ബാപ്പ, ഇതാണ് എൻ്റെ പെണ്ണ്. നീ നല്ലോണം നോക്കിയോ? ഓ ബാപ്പ, പേര് ഷാനി. എനിക്ക് പേരത്ത് ഇഷ്ടമായി ബാപ്പ. അലങ്കാര പുതുക്കങ്ങൾ അതിർപ്പം പോരാ, അരശിയാം സുലേഖാവിൻ തടേന്തവാരേ, പരിശുദ്ധ തുകിൽ ബഹറലപോം പിരിശത്താലേ മൂത്ത കൽബിൽ പിടപിടപ്പും, കൽബിൽ പിടപിടപ്പും. അതിനാലെ അതിർപ്പങ്ങൾ തുടിതാളങ്ങൾ ഒന്നായി വെളിച്ചത്തും കല്യാണമായി, കല്യാണമായി, കല്യാണമായി. കൽവിനിടയോ രൂപേക്കണിയോ ശവ്വാൽ പിറയോ തൂവൽ കിണിയോ തിങ്കൾ കലയോ മിന്നൽ കൊടിയോ മിന്നൽ കവിളോ പൊന്നിൻ നിറവോ മുല്ലച്ചിരിയോ മുത്തിൻ മൊഴിയോ നെഞ്ചിൻ പിടിയോ കൊഞ്ചും പണിയോ മലരിൽ കിളിയോ മനസ്സിന് കുളിരോ റൂഹിനൊരു പുതുമഴയായി ആരനൊരു മണിമുകിലായി. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. പേരിമ്പക്കനിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വച്ചെഴുത്താനും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്കും വിള്ളിയതില്ല തിരിഞ്ഞ് കണ്ണാടേ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു വിത്തൊരു പെണ്ണാടേ നിന്റെ തേനലും പവിഴച്ചിരിയുന്ന ഞാനൊരുത്തി ഉണച്ചിടുമെന്ന് മുട്ടേ മോഹബത്തിന്റെ സത്തേ പുന്നാരക്കുട്ടി തത്തേ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിട ദേവി മുല്ല മലർമണമുള്ളൊരു ബീവി. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ നിന്നിൽ ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ നിന്നിൽ ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. नमस्कार देवियों और सज्जनों, नई दिल्ली की इंदिरा गांधी हवाई अड्डे में आपका स्वागत है. कृपया अपनी कुर्सी की पेटी बांधे रखें और विमान के पूरी तरह रुक जाने तक अपने स्थान पर बने रहें. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇസ്മായിൽ ഗൾഫിലേക്ക് യാത്രയായി. അധികം താമസിയാതെ ഷാനിയെയും ഗൾഫിലേക്ക് കൊണ്ടുവന്നു. 7 വർഷത്തിനു ശേഷം ഗൾഫ് എനർജിയിലോട്ട് ജോയിൻ ചെയ്തു. അവിടുത്തെ മലയാളികളുടെ മനസ്സിൽ ദുമാസയിലൂടെ പെട്ടെന്ന് ഇടം നേടുകയും ചെയ്തു. ദുമാസയുടെ ഒരു യുഗം ചേഞ്ച് എന്നു തന്നെ പറയാം. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ പോലെ ദുമാസയെ അവിടെ വെച്ച് തരംതിരിച്ചു. ഇസ്മായിലിന് മുമ്പും ശേഷവും. അങ്ങനെയിരിക്കെ ഒരു ദുമാസ മീറ്റിംഗിൽ ഇസ്മായിലേ, പ്രോഗ്രാം ഏകദേശം ഒരു ധാരണയായി. മോഹിനിയാട്ടം, വില്ലുപാട്ട്, ഓട്ടം തുള്ളലിൽ തുടങ്ങി അവസാനം നമ്മുടെ സതീശേട്ടന്റെ അമേച്ചർ നാടകം കൂടി. എങ്ങനെയുണ്ട്? എല്ലാം നല്ലത് തന്നെ. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് ടിക്ടോക്ക് നാടകങ്ങളാണ്. ആളുകളുടെ പൾസറിഞ്ഞ് നമ്മൾ മാറണം. ഒരു കോളൗട്ടുണ്ട്, പോട്ടെ. ഇതുപോലത്തെ ചുറുചുറുക്കുള്ള ആളുകൾ ഇനി ദുമാസയ്ക്ക് ആവശ്യം. ഇനി ദുമാസയുടെ സുവർണകാലം.
ജോബിലും ഇത്ര ആത്മാർത്ഥമുള്ള ആള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. भाई मटेरियल मिला है क्या? ആ ബിജു, ഇസ്മായിലിക്ക, ഈ മെറ്റീരിയൽ ഒന്ന് കിട്ടുമെന്ന് നോക്കോ. ബിജു, ദൃശ്യം 3 കണ്ടോ? എന്താ അല്ലേ, മോഹൻലാൽ നിറഞ്ഞാടിയില്ലേ? ഇസ്മായിലിക്ക, മെഷീൻ ട്രിപ്പായി എടുക്ക, അത്രക്ക് അത്യാവശ്യമായതുണ്ട്, ഒന്ന് നോക്കിത്താ. ആഹാ, പ്രിയയുടെ മെസ്സേജ് ആണല്ലോ. എന്റെ പുതിയ സോങ്ങിന്റെ വീഡിയോ ആണ് കേട്ടോ ഇസ്മായിൽക്ക, ഒന്ന് കേട്ടിട്ട് അഭിപ്രായം പറയണേ. ബിജു, ഒരു മിനിറ്റേ, ഈ പാട്ടൊന്ന് കേട്ടോട്ടെ. തൂങ്ങിരിച്ച് പൂതക്കാറ്റോ അടിച്ചിരിച്ച് പവിമനം തൂങ്ങലയേ അതും ഏനോ പൊറിയലയേ. ഒരു സനം തൂങ്ങിരിച്ച് പൂതക്കാറ്റോ അടിച്ചിരിച്ച് പവിമനം തൂങ്ങലയേ അതും ഏനോ പൊറിയലയേ. ഒരു സനം തൂങ്ങിരിച്ച് പൂതക്കാറ്റോ അടിച്ചിരിച്ച് പവിമനം തൂങ്ങലയേ അതും ഏനോ പൊറിയലയേ. ഷാനി, ഷാനി, എന്താണ് ബാബുക്ക? ആ TV റിമോട്ട് ഇങ്ങ് തായോ. 31 വർഷായി, ഇതുവരെ ഈ സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലോ. കുമരകം പറയുന്നത് ശരിയാ, ഞാനാണ് ബാബുക്കെ ചീത്തയാക്കിയെന്ന്. എന്തു പറ്റി? സാധാരണ മറുപടി വരേണ്ടതാണല്ലോ. അല്ല, നാളെ നമ്മൾ നാട്ടിലോട്ട് പോവല്ലേ, അതോർക്കുമ്പോ നമുക്ക് ആവശ്യത്തിന് പടച്ചോൻ തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ മക്കളും കുൽസുവും കൂടെയുണ്ട്, പിന്നെന്താ? ഷാനി, ഞാൻ എന്തെങ്കിലും പണത്തിന് മുൻതൂക്കം നൽകിയിട്ടുണ്ടോ? ഈ കുമരകത്തെ വിട്ടു പോകുമ്പോൾ നെഞ്ചിനൊരു പിടച്ചില്. സാരല്ലിക്ക, ബിജു എന്ന് പറഞ്ഞത് കർമ്മപദം മാറുന്നു എന്നല്ലേ ഉള്ളൂ. വൈകിട്ട് കുമരകത്തിന്റെ സെന്റ് ഓഫ് ഇല്ലേ, ഇങ്ങനെ ഇരിക്കാണ്ട് റെഡിയാകാൻ നോക്ക്. കുറച്ചു വർഷങ്ങൾക്കു ശേഷം ചേടാ, ഇന്നലത്തെ മാച്ച് നിങ്ങൾ വീണ്ടും തോറ്റുപോയല്ലോടാ. ഇസ്മയിലേക്ക് അങ്ങനെ ഉണ്ടായിരുന്നുണ്ടല്ലോ, നിന്നെയൊക്കെ ട്രോളി കൊന്നേനെ. പാവത്തിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. അത് പറഞ്ഞ പോലെ ഇക്കനെ ഞാൻ 2 ദിവസം മുമ്പ് ഒരു മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ഒന്നും വന്നില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ തോമാച്ച,
നീ ഒന്ന് വിളിച്ചു നോക്ക്. ആ റിങ് പോണ്ട്. തോമസേ സ്പീക്കറിലിട്. ഹലോ ഇസ്മാലിക്ക, എവിടെയാണ്? ഒരു വിവരമില്ലല്ലോ ഇങ്ങടാ. ആ തോമസേ, കുറച്ച് ബിസിയാ. ഞാൻ ഈ റിട്ടയർമെന്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഫ്രീ ആകുമ്പോ തിരിച്ചങ്ങോട്ട് വിളിക്കാം. ആരാ സ്മെൽക്ക വിളിച്ചത്? അത് കുമരകത്തു നിന്നാ. സാരമില്ല, ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കമോൺ ലേഡീസ്, നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? നമുക്ക് തുടങ്ങാം. റെഡി, 1 2 3. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണീ നെഞ്ച, തകർത്തടുക്കി പെട്ടിയിലാക്കിയില്ലേ. പൊൻപ്രഭാതം വിടരും നേരം കുളിച്ച് റെഡിയായി വന്നു, കൊതിച്ച പെണ്ണോ ചീത്ത വിളിച്ചില്ലേ. എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു, എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ. ആ